ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി ഒന്നും അറിയാണ്ട് തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി വരിക കേട്ടോ. അച്ഛൻ്റെ ചികിത്സയ്ക്കും കാര്യങ്ങൾക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ടാണ് വരുന്നത്. ഇനി അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതി ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷേ വീട്ടിൽ വരുമ്പോൾ തന്നെ ഭയങ്കര മഴ. ആ മഴ അത്രയും നനഞ്ഞ് വരാം കേട്ടോ. വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ മൊത്തം ആൾക്കാർ നിൽക്കുമ്പോൾ പക്ഷേ ഒരു പന്തികേട് നമ്മളെ ഭൂമിക്ക് തോന്നുകയാണ്. കാരണം എല്ലാവരും കൂടെ കഥകിലേക്ക് വന്ന് മുട്ടി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ആകെ ബഹളമൊക്കെ കേൾക്കുകയാണ്. ഭൂമി ഇവിടെ വരുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും മുഖം വല്ലാത്തൊരു മ്ലാനതയാണ് കേട്ടോ. ദുഃഖത്തിൽ നിൽക്കുകയാണ്. വണ്ടിയും കൊണ്ടുവച്ച് ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആരും മറുപടി പറയുന്നില്ല. ഡോറിലേക്ക് നോക്കുമ്പോഴത്തേക്കും പോലീസും ഒക്കെ ആയിട്ട് ഡോർ തള്ളി തുറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അജയാണെങ്കിൽ കുറേ സമയം ഡോറ് അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണല്ലോ, ചവിട്ടി തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി എല്ലാവരെയും വാങ്ങി മാറ്റി ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താ സംഭവിച്ചത് പറയാൻ മുത്തശ്ശി പറയാനല്ലേ. അപ്പോൾ സത്യനോട് അച്ഛ ഇവിടെ എന്താ നടക്കുന്നത്, എന്താ എൻ്റെ അച്ഛനും അമ്മയും എന്തിയേ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അങ്ങോട്ട് ചെല്ലാണ്. പക്ഷേ ഈ ആളുകളുടെ ഈ തള്ളും ഇടിയും കാരണം ഭൂമി അങ്ങ് പുറകിലോട്ടായി പോയി കേട്ടോ. അവസാനം നമ്മുടെ അജയാണെങ്കിൽ ആ ഡോർ അങ്ങ് ഒരൊറ്റ ചവിട്ട് കൊടുക്കാനായിട്ട് ചവിട്ടി തുറക്കുകയാണ്. ഈ ചവിട്ടി തുറക്കുന്ന സൗണ്ടിൽ നമുക്ക് അകത്ത് കിടക്കുന്ന നമ്മുടെ അംബിക ചെറുതായിട്ടൊന്ന് ഉണരുക കേട്ടോ. ബോധം മറ്റ് കിടക്കുകയാണല്ലോ. കണ്ണിൽ ഒരു വല്ലാത്ത ഒരു ബോധം ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് തലയൊക്കെ അനക്കാണ്. ആ കണ്ണ് പതിയെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അച്യുതൻ അവിടെ നിൽക്കുകയാണ്. കാരണം അയാൾ കുത്തി നിർത്തിയിട്ട് പോയിക്കല്ലേ, കത്തി അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആദ്യം കണ്ണും തുറന്നിരിപ്പുണ്ട്. അപ്പോൾ അംബിക വിചാരിക്കണത് അങ്ങനെ അച്ചോട്ടൻ അവിടെ നിൽക്കുകയാണെന്ന്. എന്താ പതിയെ എണീക്കുകയാണ്. എണീറ്റിട്ട് അച്ചുവേട്ടാന്ന് എന്താ പറ്റിയേ, ഇവിടെ ഇപ്പം ആരാ, നമുക്ക് കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, അത് ആരാണ് അച്ചുവേട്ടാ എന്ന് പോയി ചോദിച്ചിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുക കേട്ടോ. അപ്പോഴാണ് പുറകിൽ നിന്ന് അങ്ങ് രക്തത്തിൻ്റെ ആ നനവ് കയ്യിലേക്ക് വരുന്നത് നമ്മുടെ അംബികയുടെ. ഇതെന്താന്ന് കൈയെടുത്ത് നോക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലഡാട്ടോ. അപ്പോൾ അംബിക അങ്ങോട്ട് നിലവിളിക്കാൻ തുടങ്ങി. എന്താ ഇത് അച്ചുവേട്ടാന്നും പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണല്ലോ കത്തി കുത്തി ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഇതിലാണ് അച്ചു മറിഞ്ഞു വീഴാതെ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർ നിൽക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോറും അകത്തുനിന്ന് കുത്തിയിട്ടിരുന്നല്ലോ നാടകം റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ട് തന്നെ പോലീസ് രണ്ടാമത്തെ അകത്തേക്ക് കയറി അവിടെ എല്ലാവരും നോക്കുമ്പോൾ അച്ഛനമ്മയും കാണില്ല. അങ്ങനെ ഈ ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഈ ഡോറും തള്ളി ഒരു ഒറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അജയ് തുറന്ന് കയറി അകത്തേക്ക് വരുന്നതും അജയ് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അംബിക പുറകിൽ നിന്നും കൊണ്ട് അച്ചുവേട്ടൻ്റെ ആ ഒരു കത്തി വലിച്ചൂരുന്നതാട്ടോ കാണുന്നത്. അപ്പോൾ ശരിക്കും അംബിക തന്നെയാണ് കുത്തിയതെന്നാണ് പോലീസിന് നിഗമനം. കാരണം ഫസ്റ്റ് കണ്ടത് അങ്ങനെയല്ലേ. അങ്ങനെ അത് വലിച്ചൂരിയിട്ട് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അംബിക. അപ്പം എന്താ സംഭവിച്ചെന്നറിയില്ല. അതോടുകൂടി അച്യുതൻ അങ്ങ് മറിഞ്ഞ് വീഴുകയും ചെയ്യാണ്. പോലീസ് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ അച്യുതനെ കുത്തി അച്യുതൻ മറിഞ്ഞ് വീണു. അംബികയാണത് ചെയ്തത് എന്നുള്ള നിഗമനത്തെ അങ്ങനെ എല്ലാവരും കൂടെ വന്ന് കൂട്ടത്തോടെ നാട്ടുകാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറകിൽ നിന്നാണ് നമ്മുടെ ഭൂമി ഓടി വരുന്നത്. ഈ ആൾക്കാരുടെ തിരക്കിൽ കാരണം ഭൂമിക്ക് പുറകിലായിപ്പോയില്ലേ. മാറി ഞാൻ എന്താ നോക്കട്ടെ, ഇവിടെ എന്താ സംഭവിച്ചത്, എനിക്ക് കാണണം, അങ്ങോട്ട് മാറിക്കേന്ന് പറഞ്ഞ് എല്ലാവരെയും തള്ളി മാറ്റി വന്ന് മുറിയിലേക്കൊക്കെ നോക്കുമ്പോൾ ആകെ ഒരു വെപ്രാളം തന്നെ. ആദ്യം അമ്മേനെ തന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് മാറി നോക്കുമ്പോഴാണ് അച്യുതൻ കമന്ന് കിടക്കുന്നത് ബ്ലഡിൽ കുളിച്ചിട്ട്. പിന്നെ ഭൂമിക്ക് നിവർത്തിയുണ്ടോ, ഭൂമി അങ്ങോട്ട് അലറി വിളിക്കാൻ തോന്നി. അച്ഛാ എന്താ പറ്റിയെന്നങ്ങ് പറഞ്ഞുകൊണ്ട് ഭൂമി അലറി വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പോകുമ്പോൾ പോലീസും ആളുകാരും എല്ലാവരും കൂടെ അങ്ങോട്ട് തടഞ്ഞു നിർത്താണ്. ഇവരെല്ലാവരും ക്ഷണിച്ചിട്ട് വന്നതാണല്ലോ ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട്. ഭൂമി അങ്ങോട്ട് വിടുന്നേ ഇല്ല കേട്ടോ. ഭൂമി കുറേ നിലവിളിച്ച് കരയണമെങ്കിലും പിന്നെ ഭൂമിക്ക് ബോധമില്ലാണ്ട് അങ്ങ് വീണുപോയി. സത്യനാണെങ്കിൽ ഭൂമിയെ താങ്ങിയെടുത്ത്, അതുപോലെ ലക്ഷ്മിയുണ്ട്, രണ്ടുപേരും കൂടെ താങ്ങിയെടുത്ത് അപ്പുറത്തെ റൂമിൽ ബെഡിൽ കൊണ്ട് കിടത്തുകയാണ്. ബോധമേ ഇല്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ലക്ഷ്മിക്ക് ബോധം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ അജയ് വേറെ പോലീസിനെയും കാര്യങ്ങളെല്ലാവരെയും വിളിച്ച് കൊണ്ടുവരുവാണ്. പുറത്തുനിന്ന മാധവൻ ഓടിപ്പോയി സൗഭാഗ്യയോടും സംഗീതയോടും ഒക്കെ പറയുന്നുണ്ട്, അതേ വലിയൊരു ആപത്ത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ കുത്തും കൊലപാതകം ഒക്കെ നടന്നിരിക്കുകയാണ്, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, പോവാന്ന്. അവരത് കേട്ട് ആകെ അന്തം വിട്ട് പേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫോറൻസിക്കിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അവരെ നമ്മുടെ അജയ് ആണെങ്കിൽ ആ കത്തി കയ്യിലെടുത്ത് വേറൊരു ടവലിലെടുത്ത് കൊടുക്കുകയാണ്. അത് കവറിനകത്താക്കി അവരും കൊണ്ടുപോകാട്ടോ. ഇൻക്വസ്റ്റ് നടത്താനായിട്ട് എല്ലാവരും വന്ന് ആ സൈഡിലൊക്കെ വരച്ചും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പോലീസുണ്ട്, വിമൺ പോലീസ്, അവരെ വിളിച്ചിട്ട് അംബികയെ കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. കാരണം അംബികയെ മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്തത് കണ്ട് അംബികയാണ് ചെയ്തു എന്നുമുണ്ട്. അപ്പോൾ എന്തായാലും തെളിവിനൊരാളുണ്ട്, അംബികയ്ക്ക് ബോധവുമുണ്ട്.
അങ്ങനെ അംബികയെ കൊണ്ട് അടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഡോക്ടർ വന്ന് അംബികയെ മൊത്തത്തിലൊന്ന് പരിശോധിക്കുന്നുണ്ട്. അംബികയ്ക്ക് ബോധമുണ്ടെങ്കിലും മാനസിക നില തകർന്നതുപോലെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഡോക്ടർ വന്ന് മൊത്തം പരിശോധിച്ചിട്ട് പോലീസിനോട് പറഞ്ഞുകൊണ്ട് പേടിക്കണ്ട, കുറച്ച് സമയം ആൾ ഓക്കെ ആയിക്കോളൂന്ന്. അത് കഴിയുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഭൂമിക്കും ഇച്ചിരി ബോധം വീണ്. ഭൂമി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ആ പഴയ ഓർമ്മ വരും. ആ മുറിയും അമ്മയും അച്ഛൻ മരിച്ചു കിടക്കുന്നതൊക്കെ. ഭൂമി അങ്ങോട്ട് അലറിക്കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടോ. എന്നിട്ട് എന്നെ വിട് എന്ന് പറഞ്ഞു. ഭൂമി ആകെ തകർന്നു പോയി. നിലവിളിയോട് നിലവിളി. അങ്ങനെ സത്യനൊക്കെ വന്ന് ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാലോ ഭൂമിക്ക് അച്ഛനോടുള്ള സ്നേഹത്തിലുണ്ടെന്ന്. അത് കഴിഞ്ഞ് പോലീസിനോട് അജയ് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്യാം, കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മുടെ അംബികേനെ കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതേ സമയം ഭൂമി അകത്ത് കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് ഭൂമി അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുവാണ്. അമ്മേന്ന് വിളിച്ചുകൊണ്ട്. അംബിക അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും തിരിഞ്ഞു നോക്കണം. അമ്മ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എൻ്റെ അമ്മ അല്ല, അജയനോട് പറയണുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട് അതല്ല, ഇതിപ്പോൾ നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, ചില ചോദ്യങ്ങളും കാര്യങ്ങളും ചെയ്യണം. ഇല്ല, എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല. അച്ഛനെ കൊന്നത് എൻ്റെ അമ്മയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വിശ്വസിക്കില്ല, എനിക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ എന്തിനത് ചെയ്യണം? എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു ഭൂമി ഒരേ നിലവിളി കേട്ടോ. പക്ഷേ അവസാനം സത്യൻ പറഞ്ഞു, മോളെ സമാധാനപ്പെടുക, വേറെ ഒന്നിനുമല്ല, ചോദ്യം ചെയ്യണ്ടേ, കാര്യങ്ങൾ അറിയണ്ടേ, എന്താ സംഭവിച്ചെന്ന്. അത് ഒരു നടപടിയല്ല, അത് മോക്കും അറിയാമെന്നുള്ളതല്ലേ, അവർ പോയിട്ട് വരട്ടെ, ഒന്നും സംഭവിക്കില്ല. അങ്ങനെയാണ് അംബികയും കൊണ്ട് അജയ് പോകുന്നത് കേട്ടോ. പക്ഷേ ഭൂമി തകർന്ന് തരിപ്പണായിപ്പോയി. ആ പോലീസ് ജീപ്പിൻ്റെ പുറകെ ഓടുന്നുണ്ട്. അച്ഛനും പോയി, അമ്മയും പോയി. എന്നിട്ട് നമ്മുടെ CCTV അവിടെ കിടപ്പുണ്ടായിരുന്നു. അച്യുതൻ്റെ ആ കാറ്, പഴയ അംബാസഡർ, അതിനേക്ക് മുഖം ചാച്ചു വെച്ച് പൊട്ടി കരയണുണ്ട്. ആ പേര് മഴയത്ത് കേട്ടോ. ഭൂമിക്ക് ഇനി മുന്നോട്ട് എന്താണെന്ന് ഒന്നും പറ്റണില്ല. ഭൂമി ആകെ തകർന്നു പോയി. അങ്ങനെ എല്ലാവരും പലരുടെ ഇതായിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. സത്യൻ അവിടെ ഉണ്ട്. തൻ്റെ മകളെ പോലെ തന്നെ അച്ഛാന്ന് വിളിക്കല്ലേ അവൾ. അപ്പോൾ കൂടെ നിൽക്കണ്ടേ? ഇപ്പോൾ അച്ഛനില്ല, അമ്മയില്ല. അപ്പോൾ സത്യൻ അവിടെ ഉണ്ട് കേട്ടോ. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ അംബികയെ വനിതാ പോലീസിനോട് പറയുന്നുണ്ട് അജയ്, നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്ത് തന്നെ ഹാജരാക്കണം. അങ്ങനെ അവർ അതിനുള്ള നടപടി തുടങ്ങാം കേട്ടോ. പോരാഞ്ഞിട്ട് ശരീരം മുഴുവൻ ഒന്ന് പരിശോധിക്കണം, എന്നിട്ട് വേണം അറസ്റ്റ് രേഖപ്പെടുത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ദേഹത്ത് കിടന്ന ആഭരണങ്ങളെല്ലാം ഊരി വാങ്ങുകയാണ്. കരഞ്ഞുകൊണ്ട് ആ താലി കയ്യിലെടുത്തിട്ട് അംബിക പൊട്ടി കരഞ്ഞു പോവാട്ടോ. ഇനിയിപ്പോൾ ഇത് എന്തിനാ, അച്യുതേട്ടൻ പോയി, എനിക്കിനി ആരും ഇല്ല എന്നുള്ള തോന്നല്. അജയ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും കൊണ്ട് നമ്മുടെ അംബികനെ തന്നെ നോക്കട്ടോ. അയാൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവണുണ്ട്. ഭൂമിയെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ അയാൾക്ക്. അപ്പം വളയും മാലയും താലിയും ഒക്കെ ഊരി വാങ്ങിയാണ്. പോലീസ് അത് കയ്യിൽ വാങ്ങുമ്പോൾ തന്നെ അജയ് അവിടെ നിന്നും കൊണ്ട് പറയുന്നുണ്ട്, അതെ അതൊന്നും കയ്യിൽ വാങ്ങണ്ട, തിരിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ ഊരി വാങ്ങിയത് അതേപോലെ അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം എഴുതി വാങ്ങിച്ച ശേഷം അജയൻ്റെ റൂമിലേക്ക് അവരെ പറഞ്ഞു വിടാട്ടോ ചോദ്യം ചെയ്യാനായിട്ട്. പക്ഷേ ഇവർ തന്നെയാണ് അത് ചെയ്തത്, എന്തിനാണ് ചെയ്തത്, അങ്ങനെയുള്ള ചോദ്യമാണ് തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അംബിക അതെല്ലാം നിരസിക്കുകയാണ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ശരിക.